ഹലോ ഗായ്സ്, ഇന്നൊരു യാത്ര പോവാണ്. എങ്ങോട്ടാണെന്ന് ഈ വീഡിയോൻ്റെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നമ്മൾ എയർപോർട്ടിലോട്ടാണ് പോകുന്നത്. സമയം രാത്രി 8:30. അങ്ങനെ വെയിറ്റൊക്കെ നോക്കി കറക്റ്റാക്കി. ചിപ്പിയുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ്, ഞങ്ങൾ ഒരുമിച്ചുള്ള ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. കുറച്ച് നേരത്തെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. പക്ഷേ അവിടെ ഫുഡിൻ്റെയൊക്കെ വില നോക്കിയപ്പോൾ ജിത്തു കണ്ണുള്ളിപ്പോയി. ആ വരവാണ് ഈ കാണുന്നത്. എന്തൊരു വിലയല്ലേ. അങ്ങനെ ഞങ്ങൾ ഇരുന്നപ്പോൾ വിചാരിച്ചു സമയം കളയാനായിട്ട് നമുക്ക് ഡ്യൂട്ടി ഫ്രീയിൽ കയറാമെന്ന്. ഡ്യൂട്ടി ഫ്രീയിൽ കയറി പെർഫ്യൂം കളക്ഷൻ കണ്ടു കഴിഞ്ഞപ്പം എല്ലാ പെർഫ്യൂം എടുത്ത് അടിച്ച് നമ്മൾ ടെസ്റ്റ് അടിക്കുമല്ലോ, നോർമലി എല്ലാ മലയാളികളും ചെയ്യുന്ന കാര്യം. അത് കഴിഞ്ഞപ്പോൾ കയ്യിൽ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും എല്ലാം ചെക്ക് ചെയ്തു. ലോഞ്ചിൽ അസസ് കിട്ടുമെന്ന്. എന്തോ ഭാഗ്യം കൊണ്ട് ഒരു കാർഡിന് അങ്ങനെ അസസ് കിട്ടി. ആ കാർഡ് യൂസ് ചെയ്ത് ഞാൻ 2 കൊറോണ അടിച്ച്. അത് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവർക്ക് എന്ത് കൊടുക്കുമെന്ന് നോക്കിയപ്പോഴാണ് ഒരു 7up എനിക്ക് അവിടെ എടുത്തുകൊണ്ട് വരാൻ പറ്റി. ചെറിയ 7up അതെല്ലാവർക്കും കൊടുത്ത് അവരെ അങ്ങോട്ട് ഹാപ്പിയാക്കി. ഇത് കഴിഞ്ഞ് വീണ്ടും പോസ്റ്റോട് പോസ്റ്റ്. നമുക്കിഷ്ടംപോലെ സമയമുണ്ട്. അവസാനം രാത്രി 12 മണിയായി. അപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് വന്നു, നമ്മുടെ ബോർഡിങ് തുടങ്ങി. കേട്ടപ്പോൾ ഒരു സന്തോഷം മോനെ. അങ്ങനെ നമ്മൾ ബോർഡിങ്ങിലേക്ക് കിടക്കുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് നമ്മുടെ 4 പേരെ സീറ്റ് അടുത്തടുത്ത് കിട്ടി. അങ്ങനെ ആക്കി തന്നു ഈ ചേട്ടന്മാർ. അങ്ങനെ ആ ഫ്ലൈറ്റിൽ ആദ്യത്തെ യാത്രക്കാരായി നമ്മൾ കാലെടുത്ത് വയ്ക്കുന്നു. ആ കാഴ്ചകളാണ് ഇനി നിങ്ങൾ കാണുന്നത്. പിന്നെ ചിപ്പിയുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ്, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് വേറെയുണ്ട്. എന്തായാലും ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഫ്ലൈറ്റിൽ കാലെടുത്ത് വെച്ചു. ആരുമില്ല, നമ്മളാണ് ആദ്യമായിട്ട് കാലെടുത്ത് വെച്ചത്, നമ്മളാണ് ഫസ്റ്റ് അവരുടെ ഗസ്റ്റ്. അങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ഇനി ഇതാണ് അവിടുത്തെ റുപ്പി എന്ന് പറഞ്ഞു, MIR21 എന്നൊക്കെ എഴുതിയിരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ എയർ ഹോസ്റ്റസ് ചേട്ടൻ കാര്യങ്ങളൊക്കെ വിവരിച്ചു തന്നു. അത് കേട്ട് പഠിച്ചിരിക്കുന്ന നമ്മളെയാണ് നിങ്ങൾ കാണുന്നത്. ചിപ്പിക്ക് ഇതൊക്കെ കേട്ടിട്ട് ഓരോ സന്തോഷങ്ങളും പേടിയും ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. രാത്രി ആയതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. അങ്ങനെ നമുക്ക് ഉറങ്ങാമെന്ന് വിചാരിച്ചു. രാത്രി 11:30 ചെറിയൊരു ഉറക്കത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചു. ഭയങ്കര കാവ്യാത്മകമായി ഞാൻ പറയുന്നുണ്ടല്ലേ. എന്തായാലും ചെറിയ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചകൾ ഇതൊക്കെയാണ്. ക്ലൗഡ് ബെഡ് എന്നൊക്കെയാണ് ഇതിനെ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമ്മൾ വിൻഡോ കൂടെ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഭയങ്കര അടിപൊളി കാഴ്ചയാണ്. നമ്മൾ ചെറിയൊരു ഉറങ്ങി എല്ലാ ക്ഷീണവും എൻ്റെ മുഖത്തും ചിപ്പിയുടെ മുഖത്തും ഒക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. കാരണം ചെറിയൊരു ഉറക്കമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. എന്തായാലും വിൻഡോ കൂടെ നോക്കുമ്പോൾ ഉള്ള ഈ കാഴ്ച അത് അടിപൊളിയാണ്. എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞ് എഴുന്നേറ്റു. ഗുഡ് മോർണിംഗ്, എല്ലാവരും ഗുഡ് മോർണിംഗ് കൊടുത്തു. എന്തായാലും അനൗൺസ്മെൻറ്റ് വന്നു, നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. ഈ കാണുന്നതാണ് മലേഷ്യക്കാണ് നമ്മുടെ ഈ യാത്ര. നമ്മളൊരു ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ വഴിയെ പറയാം. എന്തായാലും മലേഷ്യ എന്നിട്ടുള്ള കാഴ്ചകൾ നാളെ കാണാം. അതുവരെ ബൈ.